യേശുനാഥനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. 2 യുവാക്കൾ യേശുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമൻ പറഞ്ഞു, ഗുരു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. യേശു അവനോട് പറഞ്ഞു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല എന്ന്. വേറൊരുവൻ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ അടക്കട്ടെ. യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ എന്ന്. ഈ 2 വ്യക്തികളും യേശുനാഥനോട് വിനയാന്വിതമായി ഇടപെടുകയാണ്. ചുരുക്കി പറഞ്ഞാൽ, യേശു തന്നെ പിന്തുടരുന്നതിൽ നിന്ന് ഇവരോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതായി തോന്നുന്നു. 2 പേരും ആഗ്രഹിക്കുന്ന ലക്ഷ്യമൊന്നാണ്. അങ്ങെവിടെ പോയാലും ഞാൻ അങ്ങയെ അനുഗമിക്കും. അവർ ഉത്സുകരാണ്. എന്നാൽ യേശു ഇരുവരെയും തിരിഞ്ഞു നോക്കുകയും പിന്തുടരുന്നതിന് മുൻപ് അതിൻ്റെ വില കണക്കാക്കാൻ അവരെ വെല്ലുവിളിക്കുകയും ചെയ്യുകയാണ്. 3 തലങ്ങളിൽ ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 1, ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ ഈ ലോകത്ത് യാതൊരു ഉറപ്പുമില്ല, യാതൊരു ഗ്യാരണ്ടിയുമില്ല നമ്മുടേത് നമുക്ക് എന്ന് പറയുവാൻ എന്തെങ്കിലും. നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഒരു മേൽക്കൂര പോലും നിങ്ങൾക്ക് ഉറപ്പില്ല. നിങ്ങൾ എന്നെ അനുഗമിച്ചാൽ നിനക്കുള്ളതെല്ലാം ഞാനാണ് എന്ന് യേശു പറയുന്നു. നിനക്കുള്ളതെല്ലാം ഉപേക്ഷിക്കുകയെന്നാൽ നീ ഉപേക്ഷിക്കുന്നതിനേക്കാളും വലിയ വില ഞാനെന്ന സത്യം അല്ലെങ്കിൽ എന്നോടുള്ള നിന്റെ ബന്ധം നിനക്ക് നൽകും എന്നാണ്. ആ നിരുപാധികമായ വിശ്വാസത്തിന് അർഹനാണെന്ന് യേശു ഇവിടെ വ്യക്തമാക്കുന്നു. ഈ ലോകത്തിലെ എല്ലാം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം. നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഒരു മേൽക്കൂര ഉറപ്പ് നൽകിയേക്കില്ല നിങ്ങളുടെ ജീവിതത്തിൽ. ഒരുപക്ഷെ ആ നിമിഷത്തിൽ നിങ്ങൾക്ക് യേശു മതിയാകുമോ? നിങ്ങളുടെ എല്ലാ വിശ്വാസവും അവനുണ്ടോ? അഥവാ നിങ്ങളുടെ എല്ലാ സ്നേഹവും അവന് നിങ്ങൾ കൊടുക്കുമോ? രണ്ടാമത്തെയാളും യേശുവിന് നിങ്ങളുടെ എല്ലാ വാത്സല്യവും ഉണ്ടോ എന്ന് യേശു അവനോട് ആരായുകയാണ്. അവിഭാജ്യ വാത്സല്യത്തിൻ്റെ ഈ ചിത്രം കർത്താവ് വരയ്ക്കുമ്പോൾ ആ ശിഷ്യൻ പറയുന്നു, എനിക്ക് തിരികെ പോയി എൻ്റെ പിതാവിനെ അടക്കം ചെയ്യണം. ഈ വാചകത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ച് ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇതിനർത്ഥം മനുഷ്യൻ തൻ്റെ പിതാവിന് ശരിയായ ശവസംസ്കാരം നടത്തണമെന്നാണോ, അതോ ഇവിടെ കൂടുതൽ മറ്റെന്തെങ്കിലും അർത്ഥമാണോ കർത്താവ് കണക്കാക്കുന്നത്? ദൈവഹിതത്തിന് പ്രഥമ സ്ഥാനം നൽകണമെന്ന് ഈ വാക്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യേശുവിനെ അനുഗമിക്കുന്നതിന് മുൻപ് ആദ്യം അവൻ്റെ പിതാവിൽ നിന്ന് ഒരു അവകാശം നേടുന്നത് ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് ചിലർ കരുതുന്നുണ്ട്. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ അവനെ വിട്ട് എന്നെ അനുഗമിക്കുകയെന്ന് യേശു പറയുന്നു. നിങ്ങളുടെ പിതാവിനെ ബഹുമാനിക്കുന്നതിനേക്കാളും പിതാവിൽ നിന്ന് ഒരു അനന്തരാവകാശം സ്വീകരിക്കുന്നതിനേക്കാളും പ്രധാനമാണ് നിങ്ങൾ യേശുവിനെ അനുഗമിക്കുക എന്നത്. അവനെ അനുഗമിക്കുക എന്നതിൻ്റെ അർത്ഥം അവനോട് അവിഭാജ്യ വാത്സല്യം, ബന്ധം ഉണ്ടാവുക എന്നാണ്. രണ്ടാമതായി, ദൈവമേ, ഞങ്ങളുടെ അവിഭാജ്യ വാത്സല്യം, വിഭജിക്കപ്പെടാത്ത സ്നേഹം അങ്ങേക്ക് നൽകാൻ ഞങ്ങളെ സഹായിക്കൂ എന്ന്. ക്രിസ്തുബന്ധത്തിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയാകണം ഇത്. ദൈവമേ, സാധ്യതയുള്ള അനുയായികളോട് യേശുവിൽ നിന്ന് ഈ വാക്കുകൾ ഞങ്ങൾ കേൾക്കുന്നു. അവർ യേശുവിൻ്റെ അനുയായികളായി അങ്ങയുടെ മക്കളെന്ന നിലയിൽ ഞങ്ങളെ അങ്ങയിലേക്ക് അടുപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയെ അനുഗമിക്കുമ്പോൾ ഈ ലോകത്തിൽ പലതും ഞങ്ങൾക്ക് ഉറപ്പു നൽകാൻ കഴിയില്ലെന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങയെ പൂർണ്ണമായി വിശ്വസിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നാൽ ഞങ്ങൾക്ക് അങ്ങുള്ളിടത്തോളം അങ്ങ് ഞങ്ങൾക്ക് മതിയാകും. കർത്താവെ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിരുപാധികമായ വിശ്വാസത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിലുള്ള വിശ്വാസത്തിന് പകരം
ഈ ലോകത്തിലുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസം ഉണ്ടാകുന്ന തരത്തിൽ അവയെ മുറുകെ പിടിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടയണമേ എന്ന് കർത്താവിനോട് നാം ഒരുപക്ഷെ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഈ ലോകത്തിലെ ആളുകൾക്കും ബന്ധങ്ങൾക്കും സമാനമാണ് ദൈവമേ അവിഭാജ്യ വാത്സല്യത്തോടെ, അങ്ങയോടുള്ള പരമമായ സ്നേഹത്തോടെ യേശുവിനെ അനുഗമിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. 3. ലോകമെമ്പാടുമുള്ള സഹോദരി സഹോദരന്മാരെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട്. അവർ ക്രിസ്തുവിനെ അറിയുമ്പോൾ അവരുടെ കുടുംബം പല രീതിയിൽ ഉപേക്ഷിക്കുന്നു. അവരുടെ അച്ഛനോ അമ്മയോ അവരെ അവരുടെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. ഇനി ഒരിക്കലും കാണാൻ കഴിയില്ല. കർത്താവെ, അവരെ ശക്തിപ്പെടുത്തുകയും ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യുക എന്ന് നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. യേശുവിനോടുള്ള സ്നേഹം, യേശുവിനോടുള്ള അനുസരണം എന്നിവ കാരണം ആവശ്യമെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും അടുത്ത ബന്ധങ്ങൾ പോലും ഉപേക്ഷിക്കും കർത്താവെ എന്ന് പറയുവാൻ നമുക്കാകുമോ? ഇന്ന് നിങ്ങൾക്ക് നിരുപാധികമായ വിശ്വാസവും അവിഭാജ്യ വാത്സല്യവും നൽകാൻ യേശുവെ, അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചതുപോലെ അങ്ങേ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഇത് പ്രാർത്ഥിക്കുന്നു. ആമേൻ.